കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റ് ആയ ഡോക്ടർ പ്രവീൺ കുമാർ പി ആണ്. നമ്മൾ പറയുന്നത് വെച്ചാൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അതായത് ഓവർനൈറ്റ് 8 മണിക്കൂർ ഫാസ്റ്റിംഗ് ആയിരുന്നതിന് ശേഷം കൊടുത്ത സാമ്പിൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ രക്തത്തില് ഷുഗറിന്റെ അളവ് 126 മില്ലിഗ്രാം പെർസെന്റേജിന് മുകളിലാണെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് 2 മണിക്കൂറിന് ശേഷമുള്ള, പല ലാബുകളിലും നമ്മൾ 1.5 മണിക്കൂറിന് ശേഷമാണ് പരിശോധിക്കുന്നത്, 1.5 മണിക്കൂറില്ല 2 മണിക്കൂറിന് ശേഷം, നമ്മളതിന് PPBS എന്ന് പറയും, 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ 200 മില്ലിഗ്രാം പെർസെന്റേജിന് മുകളിലാകുകയും ചെയ്യുകയാണ്. അല്ലെങ്കിൽ പുതിയ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷന്റെ ഗൈഡ് ലൈൻ പ്രകാരം HbA1c, അതായത് 3 മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ 6.5% മുകളിൽ വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ആ രോഗി ഡയബറ്റീസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രോഗിക്ക് ഡയബറ്റീസ് കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ കണ്ടെത്തുന്ന സമയം തൊട്ട് തന്നെ ചികിത്സ ആരംഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതായത് ഒരു രോഗിക്ക് ഡയബറ്റീസ് കണ്ടെത്തുമ്പോൾ തന്നെ ഏകദേശം അദ്ദേഹത്തിന്റെ പാൻക്രിയാസിലെ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ബീറ്റാ സെല്ലുകളിൽ ഏകദേശം 50 മുതൽ 60% വരെ നശീകരണം സംഭവിച്ചിരിക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരാൾക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതിന് ഏകദേശം ഒരു 3 മുതൽ 5 വർഷങ്ങൾക്ക് മുന്നേ തന്നെ അദ്ദേഹം ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ ആയിരിക്കാം.